നമ്മൾ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാലക്കാട് പലതരം പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നു. സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതൊരു പക്ഷേ കോൺഗ്രസിന് അടുത്ത കാലത്ത് കോൺഗ്രസിന് ഉണ്ടാക്കിയ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നായിരുന്നു. പാർട്ടി അത് നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ അതൊരു ഫാക്ടറായി വരില്ല എന്ന് ഉറപ്പുണ്ടോ? കാരണം മറുഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രചാരണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അല്ല, പാർട്ടി അതിനകത്ത് ഒരു വിഷയം ഉണ്ടായപ്പോൾ ആ പാർട്ടി കൂടി ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുവാനായിട്ട് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം പാർട്ടിയിലില്ല, അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അപ്പോൾ അതോടുകൂടി പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. കാരണം പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവിടെ കഴിഞ്ഞു. MLA എന്ന നിലയിൽ നിന്ന് രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ താങ്കളും എത്തിക്സ് കമ്മിറ്റിയിലുള്ളതാണ്. അതിന്റെ ഒരു നടപടികളിൽ എന്താണ് കോൺഗ്രസിന്റെ ഒരു നിലപാട്? ഇല്ല, അതിനകത്ത് ഞങ്ങൾ എത്തിക്സ് കമ്മിറ്റിയിൽ പോയപ്പോൾ ആ പരാതി കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് CPMന്റെ MLA ആയിട്ടുള്ള ഒരാൾ നൽകിയിരിക്കുന്ന പരാതി, അതിൽ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത നിലയിലുള്ള പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ പരാതി കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ പരാതി കൃത്യമായി വായിച്ചു. അപ്പോൾ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഒരു നിയമസഭാ അംഗം സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിന് എത്തിക്സ് കമ്മിറ്റിക്ക് എന്താ കാര്യം? ഒരു നിയമസഭാ അംഗത്തിന് നിയമസഭയിൽ ഒരു വിഷയം ഉന്നയിക്കാൻ സ്പീക്കർക്ക് അനുമതി കൊടുക്കുന്നതിന് എത്തിക്സ് കമ്മിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ പരാതി നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന് ആ പരാതി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് പരാതിയിൽ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള നടപടി, അദ്ദേഹത്തെ ഒന്ന് ശാസിക്കണമെന്ന് പോലും പരാതിയിൽ പറഞ്ഞിട്ടില്ല. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ സംബന്ധിച്ച് എത്തിക്സ് കമ്മിറ്റി എന്ത് മറുപടി പറയാനാണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ നേരെ തിരിച്ചു നോക്കിയാൽ CPMനെ സംബന്ധിച്ച് ഇതുപോലെ സെയിം വിഷയങ്ങൾ വന്നു. CPM എവിടെ നിലപാടെടുത്തത്? എന്തെങ്കിലും നടപടി എടുത്തോ? ഇപ്പോൾ സ്ത്രീ പീഡന പരാതി തന്നെ CPMന്റെ MLA മാർക്കെതിരെ വന്നിട്ടുണ്ട്, ഒരു നടപടി എടുത്തിട്ടില്ല. ശബരിമല കേസിൽ 90 ദിവസം സുപ്രീം കോടതി പോലും ജാമ്യം കൊടുക്കാത്ത പ്രതികൾ CPMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ ഒരു നടപടിയും CPM എടുക്കുന്നില്ല. അപ്പോൾ ഒരാളൊരു കേസിൽ പ്രതിയായി എന്നതിൻ്റെ പേരിൽ ഒരു നടപടിയെടുത്ത് പൊതുമധ്യത്തിൽ മാതൃക കാണിച്ചത് കോൺഗ്രസ് പാർട്ടി മാത്രമാണ്. അപ്പോൾ ഈ മൊറാലിറ്റിയും ഈ ബാധ്യതയൊന്നും ഈ പറയുന്ന CPMനില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്.